ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ബിയർ കമ്പനി അടച്ചുപൂട്ടുക. ബിയർ കമ്പനി അടച്ചുപൂട്ടുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇപ്പോൾ കമ്പനിയുടെ മുന്നിൽ വന്നിട്ടുള്ള പോലീസ് അധികാരികൾ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇതിലെ പോകുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അജിത്ത് എന്ന് പറയുന്ന ജനറൽ മാനേജർ അടക്കം ഈ വഴിയിലൂടെ പോകണമെന്ന്. കാരണം കമ്പനിക്കകത്ത് മാത്രമാണ് ഇവർക്ക് അധികാരമുള്ളത്. പുല്ല് വെട്ടാൻ ചെന്നവരെ പോലും കള്ളന്മാരെന്ന് പറഞ്ഞ് അകത്ത് പിടിച്ചിരുത്തിയ യോഗ്യന്മാരാണ്. സ്വന്തം വീട്ടിലൊരു പശുവിന് പുല്ലറിക്കാൻ ചെന്നവനെ പോലും കള്ളനെന്ന് പറഞ്ഞ് ഈ കമ്പനി ഗവൺമെൻറ് കയറിയെന്നും പറഞ്ഞ് കള്ളനെന്നും പറഞ്ഞ് പിടിച്ചിരുത്തിയവരാ. എന്തുകൊണ്ടാണ്? ഈ പുല്ലറക്കാൻ ചെന്നവരാണ് ഈ തെണ്ടിത്തരം കണ്ടത്. അപ്പോൾ അതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി മലയാളികളല്ലാത്ത കുറേ ഹിന്ദിക്കാരെ സെക്യൂരിറ്റിക്കാരായിട്ട് വെച്ചുകൊണ്ട് പുഴയോരത്ത് കൂടെ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി. പുഴയോരത്ത് പുല്ലറിക്കാൻ വന്നവരെ നിങ്ങൾക്ക് ഇവിടെ അധികാരമില്ല. കാരണം അവരുടെ കോമ്പൗണ്ടിലാണ് അവർക്ക് അധികാരമുള്ളത്. എന്നിട്ട് ഈ രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന പണി എന്താ? ഈ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ കടുത്ത വേനലിലും ഈ ബീർ കമ്പനി ചൂഷണം ചെയ്യുന്നത്. ജലമാണ് ഈ ബീറിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദനം. അതുകൊണ്ട് തന്നെയാണ് ഈ പുഴയോരം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള കമ്പനികൾ വരുന്നത് നല്ല കാര്യം. പക്ഷേ കമ്പനികൾ ഈ നാടിന് ശാപമാവുന്ന സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കും. ഒരു തർക്കവും വേണ്ട. ഈ സമരം അതിരൂക്ഷമാവുന്ന ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന് ശക്തമായ രീതിയിലൊരു സമരമാർഗം മുന്നോട്ടുമായിട്ട് വരും. കഴിഞ്ഞ ദിവസം JFS മീഡിയ പുറത്തുവിട്ട പുഴയിലേക്ക് രാസമാലിന്യം തള്ളുന്നു എന്നുള്ളൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു. ഇന്ന് മേലൂരിൽ CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ കാൾസ് ബീവറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മുന്നിൽ പ്രതിഷേധ പരിപാടി ഒരുക്കുകയാണ്. വലിയ രീതിയിൽ ഈ പുഴയെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവവാസങ്ങൾക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേരിട്ട് CA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ പരാതി കൊടുക്കാനും ഈ വിഷയത്തിൽ സത്വരപരമായ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഈ കമ്പനി പരിസരം സാക്ഷിയാവും എന്നുള്ള കാര്യമാണ് CPIയുടെ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി മധു തുപ്രത്തടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം. CPIയുടെ പ്രതിഷേധം. നിങ്ങൾ എറിഞ്ഞോ നാട്ടാരെ. ഈ ബീർ കമ്പനി മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നു. ബീർ കമ്പനി അടച്ചുപൂട്ടുക. മേലൂർ പൂലാനി കൊമ്പൻപാറ തടയണയുടെ സമീപം പ്രവർത്തിക്കുന്ന ബിയർ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനെതിരെ ബിയർ കമ്പനി പടിക്കൽ CPIയുടെ പ്രതിഷേധം. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കടുത്ത വേനലിലും ബിയർ ഉൽപ്പാദനത്തിനു വേണ്ടി പുഴയിൽ നിന്നും എടുക്കുന്ന ബിയർ കമ്പനി നിരവധി കുടിവെള്ള പദ്ധതികളും ജലസേചന പദ്ധതികളെയും ആശ്രയിക്കുന്ന പുഴയിലേക്ക് തന്നെ ബിയർ ഉൽപ്പാദനത്തിന് ശേഷമുള്ള രാസമാലിന്യങ്ങൾ അടങ്ങിയ വെള്ളം ഒഴുക്കുന്ന നടപടിക്കെതിരെ കമ്പനി പടിക്കൽ നടന്ന പ്രതിഷേധ സമരം CPI മേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു തുപ്രത് ഉദ്ഘാടനം ചെയ്തു. KS സുനേജ് അധ്യക്ഷത വഹിച്ചു. PS സുരാജ്, KK ഷാജി, ES സത്യൻ എന്നിവർ സംസാരിച്ചു. ബിയർ കമ്പനിയുടെ പുഴ മലിനീകരണത്തിനെതിരെ CPI ലോക്കൽ സെക്രട്ടറി മധു തുപ്രത് ജില്ലാ കളക്ടർക്കും കൊരട്ടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്കും പരാതി നൽകി. നമ്മുടെ ഈ പുഴയിലുള്ള ബിയർ കമ്പനി ഇവിടെ നിന്നുള്ള ഉൽപ്പാദനം കഴിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകുവശത്തൂടെ പുഴയിലേക്ക് തള്ളുന്ന ഒരു കാഴ്ച ഇവിടുത്തെ ഒരു ഓൺലൈൻ ചാനൽ ഇന്നലെ 2 ദിവസം മുമ്പ് പുറത്തുവിടുകയുണ്ടായി. അതിഭയാനകമായിട്ടുള്ള കാഴ്ച. നമ്മളെ നിറ്റാജലാറ്റിനേക്കും ഓർമ്മിപ്പിക്കും വിധത്തിൽ എന്തോ രാസമാലിന്യങ്ങളെല്ലാം പതഞ്ഞ് പൊന്തി പുഴയിലേക്ക് തള്ളുകയാണ്. കുടിവെള്ള സ്രോതസ്സിനേക്കും ഈ വേനൽക്കാലത്ത് അറിയാം മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വളരെ ഭീകരമായ അവസ്ഥയിൽ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുഴയിൽ നിന്ന് ഈ പുഴയെ ആശ്രയിച്ച് വളരെയധികം സ്ഥലങ്ങളിലേക്ക് ജലസേചനം നടത്തുന്നുണ്ട്. അതുപോലെ പുഴയിലുള്ള മറ്റു മീനുകളും മത്സ്യസമ്പത്ത് അതുപോലെ എല്ലാത്തിനും അപകടകരമാവുന്ന വിധത്തിൽ ആളുകളുടെ ജീവന് വരെ ഹാനിയാകുന്ന വിധത്തിലുള്ള രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റുകളൊക്കെയും പുഴയിലേക്ക് തള്ളി നമ്മുടെ ഈ ചാലക്കുടി പുഴയെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ബിയർ കമ്പനി നീങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. രാത്രിയുടെ മറവിൽ ഈ പറയുന്ന പൂലാനി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബിയർ കമ്പനി രാത്രിയുടെ മറവിൽ ഒരു 10 മണിക്ക് ശേഷം 2 മണിക്കൂറോളം നേരം
ആരും എത്തപ്പെടാത്ത ഭാഗത്ത് ഈ കമ്പനിക്കകത്ത് ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി വരുന്ന രാസമാലിന്യങ്ങൾ, കാരണം ഇവിടെ ഈ ബീർ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുപ്പി വരെ വാഷ് ചെയ്യുന്നത് രാസമാലിന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആസിഡ് അടക്കമുള്ള രാസമാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വാഷിംഗ് മെഷീനിലൊക്കെ തന്നെ കുപ്പി അടക്കമുള്ളതൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കുന്നത്. ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ഒരു വ്യവസായ സ്ഥാപനം എന്ന നിലയ്ക്ക് ETP ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കി അതിനുള്ളിൽ ശുദ്ധീകരിച്ച് ആ കമ്പനിക്കകത്ത് തന്നെ പൂന്തോട്ടം നനയ്ക്കുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര ശുദ്ധീകരിച്ച ജലമാണെങ്കിൽ പോലും ആ ജലം ഒന്നും തന്നെ പുഴയിലേക്ക് ഒഴുക്കാൻ ഒരു നിയമവുമില്ല. ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗുണകരമാവുമെന്ന് പ്രതീക്ഷയോടെ കൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന സമീപനമാണ് ഈ ബീർ കമ്പനി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ സ്ഥലം നേരിട്ട് പകൽ പോയി കണ്ടതാണ് ഇന്ന് രാവിലെ. കാരണം ആ പ്രദേശത്തൊക്കെ തന്നെ പുല്ലൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. കാരണം ഇതങ്ങനെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടുന്നൊരു സ്ഥലമല്ല. മാസങ്ങളായി ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് രാത്രിയുടെ മറവിൽ ഈ രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിവിടുന്നത്. 2003 ഈ കമ്പനി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2003 പ്രവർത്തനം ആരംഭിച്ച കമ്പനിയൊക്കെ തന്നെ ഈ കാര്യത്തിലൊക്കെ തന്നെ നല്ല രീതിയിൽ ETP ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വെള്ളം ശുദ്ധീകരിക്കുകയും ഇതിനകത്ത് ജലസേചനത്തിന്, പൂന്തോട്ടം നനയ്ക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2018 പ്രളയശേഷം പൂട്ടിക്കിടന്ന ഈ കമ്പനി ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ആരോ ആണ് ഇതിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നൊരു സമീപനമാണ്. നാട്ടുകാർക്ക് ഗുണമല്ല, തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 19ഓളം വരുന്ന നാട്ടുകാർക്ക് അല്ലെങ്കിൽ തൊഴിലാളികളുണ്ട് എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പദ്ധതികൾ അടുത്ത വേനലിൽ ഈ പുഴയിലേക്ക് തന്നെയാണ് ഈ പ്രദേശത്തുള്ളവരും പല ഭാഗത്തുനിന്ന് വന്നവരൊക്കെ തന്നെ ഈ പുഴയിലാണ് കുളിക്കുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ദ്രോഹിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഈ കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവിടുത്തെ വാർഡ് മെമ്പർ ഇന്നലെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇത് അറിയാണ്ട് ഒരു ദിവസം പറ്റിയതാണെന്ന്. മാസങ്ങളായിട്ട് നടക്കുന്ന പ്രവർത്തനമാണിത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. നമുക്കറിയാം, ഇന്നലെയാണ് ഇത് ഓൺലൈൻ മാധ്യമത്തിലൂടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഒരു വ്യവസായ സ്ഥാപനം വരേണ്ടതെന്ന് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ സ്ഥാപനം പക്ഷേ നടത്തിക്കൊണ്ടുപോകുന്ന രീതിയിലേക്ക് അവർ നടത്തിക്കൊണ്ടുപോകേണ്ടതാണ്. അതിന് പകരം ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള പദ്ധതി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഇതിലെ മാലിന്യങ്ങൾ അടങ്ങിയ പുഴയിലേക്ക് തള്ളിവിടുന്ന ഈ കമ്പനിക്കെതിരെ ഇവിടുത്തെ ഭരണാധികാരികൾ, കാരണം ഇപ്പോൾ ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് പോലീസിന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. സ്വാഭാവികമായിട്ടും അവരൊക്കെ ഈ കാര്യത്തിൽ ഈ കമ്പനിക്കെതിരെ കേസെടുക്കണം. കാരണം പൊതുജന ആരോഗ്യം എന്നൊരു സംഭവമുണ്ട്. ജലാശയം മാലിന്യമാക്കുന്നതിനെതിരെയൊക്കെ കർശന നിയമങ്ങളുള്ള നാടാണ് കേരളം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇന്നലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമരം വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മുന്നോട്ട് വാക്കുകൾ പോകണമെങ്കിൽ നമുക്ക് ശക്തമായ രീതിയിൽ വാഹനമടക്കമുള്ള ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ മാനേജർ അടക്കമുള്ള അജിത്ത് അടക്കമുള്ളവരെ തടഞ്ഞുകൊണ്ട് നമുക്ക് ശക്തമായ സമരത്തിലേക്ക് പോകേണ്ടി വരും. കൊലക്കുറ്റത്തിലേക്ക് കമ്പനിക്കെതിരെ കേസെടുക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, പ്രതിഷേധം CPIയുടെ പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്.